നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ മിത്ര. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാൽമടമ്പുകളിൽ അമിതമായിട്ടുള്ളൊരു വേദന ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ ദീർഘനേരം നിൽക്കുക, അല്ലെങ്കിൽ കുറേ സമയം ഇരുന്ന് എണീക്കുക, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സിൽ കാലിന് അമിതമായിട്ടുള്ള വേദന തോന്നുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും പ്ലാന്റാർ ഫേഷ്യേറ്റീസിൻ്റെതാകാം. അതായത് എന്താണ് ഈ ഒരു പ്ലാന്റാർ ഫേഷ്യ? നമ്മുടെ കാലിൻ്റെ അടിയിലുണ്ടാകുന്ന പേശികളാണ് പ്ലാന്റാർ ഫേഷ്യ. ഇതിനുണ്ടാകുന്ന അമിതമായിട്ടുള്ള സമ്മർദ്ദമാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നുള്ള ഈ ഒരു പ്രയാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതായത് കാൽമടമ്പുകളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള പ്രയാസം, വേദന, സൂചി കുത്തുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട്, അതുപോലെ പുകച്ചിലുണ്ടാവുക, കുറേ നേരം ഇരിക്കുക അല്ലെങ്കിൽ ഇരുന്ന് നടക്കാൻ ശ്രമിക്കുന്ന സമയത്തേക്ക് കാലിലേക്ക് അധികമായിട്ടുണ്ടാകുന്ന പ്രിക്കിംഗ് പെയിൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പം, അമിതമായിട്ടുള്ള ബോഡി വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു പ്രയാസം കാണാറുണ്ട്. അതുപോലെ ഹാർഡ് സർഫേസിൽ കൂടുതൽ ചെരുപ്പൊന്നും ഇടാതെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവരിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നെ കുറേ സമയം നിൽക്കുന്ന ജോലി അല്ലെങ്കിൽ ഓടുക, അത്ലറ്റ്സ് മുതലായുള്ള അവർക്കൊക്കെ ഈ ഒരു പ്രയാസം കോമൺ ആയിട്ട് വരുന്നത് കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാൽമടമ്പുകളിൽ ചെറിയ ദശ വളർച്ച ഉണ്ടാകുന്നു, അതായത് ഹീൽ സ്പർ ഉള്ളവരാണെങ്കിലും ഇത്തരത്തിലുള്ള മടമ്പ് വേദന ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് കൂടി പറയാം. സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഇതിന് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ നടക്കുന്ന സമയത്ത് അകത്തു നിന്നൊക്കെ ആണെങ്കിലും ചെരുപ്പ് ഉപയോഗിക്കുക. ഹാർഡ് സർഫേസിൽ നിന്നുള്ള ചെരുപ്പിടാതെയുള്ള നടത്തങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതേപോലെ തന്നെ കൂടുതൽ AC അല്ലെങ്കിൽ AC പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എപ്പോഴും കിടക്കുന്ന സമയത്ത് കാല് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കിടക്കാൻ ശ്രദ്ധിക്കുക. സോക്സ് പോലുള്ളവ ധരിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് കൊട്ടൻ ചുക്കാതി, സഹചരാതി മുതലായിട്ടുള്ള എണ്ണകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത്, ധാര പോലെയുള്ള കാര്യങ്ങളൊക്കെ മടമ്പിൻ്റെ ഭാഗത്തേക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രയാസത്തിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എരിക്ക് ഇല, ഇതിന് ഏറ്റവും യൂസ്ഫുള്ളാണ്. നമുക്ക് എരിക്കില ഉപയോഗിച്ചിട്ട് കിഴി കെട്ടി ആ കിഴി ലോക്കലി അപ്ലൈ ചെയ്യുന്നതും ഈ ഒരു പ്രയാസത്തെ കുറയ്ക്കുന്നുണ്ട്.